ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് പൊതുവേ ഒരു ജോലി കുറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലത്തെ ആണേലും ഉച്ചക്കത്തേക്കാണേലും എനിക്ക് ജോലി അധികമൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ മോൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നു. മോളൊരു സാധാരണ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു ഷെയ്ക്കാണ് കുടിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇടിയപ്പവും പാലും മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇടിയപ്പമൊക്കെ ഒന്ന് ഫ്രിഡ്ജിലുള്ളതെടുത്ത് കൂടുതലുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ട്, കുറച്ച് പുട്ടിൻ്റെ പൊടിയും നനച്ചത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇടിയപ്പം ഒന്ന് ചൂടാക്കി മൂക്ക് പാലുമൊക്കെ തിളപ്പിച്ചിട്ട് അത് കഴിച്ച് മോള് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടെ, ജോലിയില്ലെങ്കിൽ എനിക്ക് പാത്രം ഒരുപാട് കഴുകാനുണ്ടാവും കേട്ടോ, എങ്ങനെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ അതുമൊക്കെ ഇടയ്ക്ക് പാത്രമെല്ലാം കഴുകി വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ ചോറും കൂടി അരി വേവിക്കാനും കൂടി ഇട്ടേക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുക്കറിൽ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡും കഴിച്ചിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരിയും കൂടി ഇട്ടേക്കുക കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ വേറെ ഇന്നത്തെ ആ ഉച്ചയ്ക്കത്തെ ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോരനും കൂടി വെക്കണം. തോരനും എന്തെങ്കിലും മെഴുക്ക് പുരട്ടി ഒന്ന് വെച്ചാൽ മതി, അതിനും കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മെഴുക്ക് പുരട്ടി മാത്രമേ ഉച്ചയ്ക്ക് ഇപ്പോൾ എനിക്ക് ഇന്നത്തേക്ക് വെക്കാനുള്ളൂ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടതിന് ശേഷം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു കേട്ടോ. അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പും ബാക്കിയിരുന്ന പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഡൈനിങ് ടേബിളും ഒക്കെ തുടച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ ആ ഉച്ചയ്ക്കത്തെ ഏകദേശം ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മെഴുക്ക് പുരട്ടി മാത്രം വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പം രാജേഷിൻ്റെ മൈക്കിൽ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഓർത്തൊരു പാട്ട് പാടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞാൽ ചെല്ലും കേട്ടോ. ചിലപ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ പറയും വേണ്ട ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ ഒതുക്കി വെക്കും എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ ഇന്നും ഞാൻ പാടാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാനിപ്പോൾ ഇത് ഒതുക്കി വെക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക എന്തോ ആണ്, ആരോ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇടയ്ക്ക് വെക്കും കേട്ടോ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഒതുക്കി വെക്കുന്നതാണ് ഞാനിങ്ങ് പോകുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ല, അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ടതുള്ളൂ കേട്ടോ. മോരുകറി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. പിന്നെ കുറച്ച് മീൻകറി ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തേക്ക് അത് മതി കേട്ടോ. പിന്നെ എനിക്ക് ഈ വെണ്ടയ്ക്കയും മെഴുക്ക് പുരട്ടിയും അല്ലെങ്കിൽ മോരോ ഒന്നുമൊക്കെ എനിക്ക് അങ്ങനെ അത് വലിയ ഇഷ്ടമല്ല കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ ആ മീൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഇത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഓർത്ത് കൊണ്ടാട്ടമുളക് കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് ഞാൻ കൊണ്ടാട്ടമുളകും മോരും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല എരിവും ഉപ്പും ഒക്കെ കൂടി ചെല്ലുമ്പോൾ നമ്മൾ മോരുമായിട്ട് കഴിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി നമുക്ക് ഉച്ചയാകുമ്പോൾ അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്നുള്ളത് മോരൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കണം. ഞാൻ പുറത്ത് തന്നെ ഇരുന്നത്, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തില്ല എങ്കിൽ ഇനിയിപ്പോൾ അത് പുളി കൂടിപ്പോവും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ മോരും കൂടി ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില വെണ്ടയ്ക്ക നമ്മൾ കൂട്ടി കഴിയുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. ചില വെണ്ടയ്ക്കൊക്കെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായേക്കണത്, നമ്മുടെ ഈ വെണ്ടയ്ക്കയ്ക്ക് ഈളാപ്പ് കുറവുള്ള വെണ്ടയ്ക്കയായിട്ടോ ടേസ്റ്റ് കൂടുതൽ. എനിക്ക് പല പ്രാവശ്യം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സിലായി ഈ വെണ്ടയ്ക്കയ്ക്ക് ഒരു ടേസ്റ്റും ഇല്ല. മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ, പക്ഷേ എനിക്ക് അത്ര അപ്പോൾ ഇത് ഒരുപാട് നേരം ഞാനിങ്ങനെ വഴറ്റിയാണ് അതിൻ്റെ ആ ഒരു ഈളാപ്പ് കളഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ മോരുകറിയും ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാൻ വരെ എല്ലാവർക്കും ടാറ്റാ.